ഇത് കോതമംഗലം രൂപത ഭരണസിരാകേന്ദ്രം, ബിഷപ്സ് ഹൗസ്, സീറോ മലബാർ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള രൂപതയാണിത്. പിയൂസ് 12 മാർപ്പാപ്പയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം 1956 ജൂലൈ 29 ഈ രൂപത സ്ഥാപിതമായത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുണ്ടായിരുന്ന എറണാകുളം ജില്ലയുടെ കിഴക്ക് ഭാഗത്തുള്ള ആരക്കുഴ, കോതമംഗലം, മൈലക്കൊമ്പ് തുടങ്ങിയ ഫൊറോനകളും ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകളും ഉൾപ്പെടുത്തി കോതമംഗലം പട്ടണം ആസ്ഥാനമായിട്ടാണ് ഈ കോതമംഗലം രൂപത സ്ഥാപിതമാകുന്നത്. ഈ രൂപത വിഭജിച്ചാണ് ഇടുക്കി രൂപത സ്ഥാപിതമായിട്ടുള്ളത്. കൂടുതൽ ചരിത്രവും വസ്തുതകളും രൂപത വൈദികരിൽ നിന്നും രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിൽ നിന്നും നമുക്ക് തിരിച്ചറിയാം. കോതമംഗലം രൂപത സ്ഥാപിതമായത് 1956 അഭിമന്യ മാത്യു പോത്തനമഴി പിതാവായിരുന്നു ആദ്യത്തെ മെത്രാൻ. അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം ദൈ കിങ്ഡം കം, ദൈവരാജ്യം വരണം. അദ്ദേഹം 1977 വരെ രൂപതയെ നയിച്ചു. 77 അഭിമന്യ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് അഭിഷിക്തനായി. അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം ബൈ ഹിസ് ഗ്രേസ്, ദൈവകൃപയിൽ. അതിനുശേഷം അദ്ദേഹം 36 വർഷം ഈ രൂപതയെ നയിക്കുകയുണ്ടായി. അന്ന് കോതമംഗലം, ഇടുക്കി പ്രദേശങ്ങളെല്ലാം ഈ രൂപതയിൽപ്പെട്ടതായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ ഒരു രൂപതയായിരുന്നു. സാമ്പത്തികമായിട്ടും കാർഷികമായിട്ടൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്നു വന്ന ഒരു രൂപതയാണത്. അതിനുശേഷം 2003 ഇടുക്കി പുതിയ രൂപതയായി തീർന്നു. 2013 പുതിയ നിയോഗമെന്ന നിലയിൽ ഞാനിവിടെ ഈ രൂപതയുടെ മേലധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2013 മുതൽ ഇപ്പോൾ 11 വർഷക്കാലം ഞാനിവിടെ രൂപതയുടെ നേതൃത്വം വഹിക്കുന്നു. എൻ്റെ ആപ്തവാക്യം ഞാൻ എടുത്തിരിക്കുന്നത് ലവ് നെവർ എൻഡ്സ്. വാസ്തവമായി ഇത് മൂന്നും ചിന്തിക്കുമ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ മാത്രമേ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എൻ്റെ മുമ്പുണ്ടായിരുന്ന 2 പിതാക്കന്മാരും ഒത്തിരിയേറെ അധ്വാനിക്കുകയും നല്ല ശുശ്രൂഷ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ രൂപത ഈ രീതിയിൽ വളർന്ന് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര സേവന സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ഇടവകളെല്ലാം സജീവമായിട്ട് പോകാനുള്ളൊരു കാരണം ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുടെയും സമർപ്പിതരുടെയും ആത്മായ സഹോദരി സഹോദരന്മാരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. ഈ രൂപത ഒത്തിരി വലിയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നില്ല എങ്കിലും വളരെ ശാന്തമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. അതിൽ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹം തരുന്നുണ്ട്. ഏറെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു രൂപതയാണ് കോതമംഗലം രൂപത. നമ്മുടെ കോതമംഗലം രൂപതയിൽ 2 ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്. അത് രണ്ടും A++ കിട്ടി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാക് അക്രഡിറ്റേഷൻ പോയിൻറ്റും സ്കോറും കിട്ടിയിട്ടുള്ള കോളേജുകളാണ് നിർമ്മല കോളേജും ന്യൂമാൻ കോളേജും. പിന്നെ ഒരു വിശ്വതി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന പേരിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അത് നാക് അക്രഡിറ്റേഷൻ കിട്ടിയ കോളേജാണ്. ഫാർമസി കോളേജുണ്ട്.
ഇങ്ങനെ ധാരാളം 5-6 കോളേജുകൾ, BEd കോളേജുണ്ട്, MCA കോളേജുണ്ട്, 5-6 കോളേജുകളുണ്ട്, 95 സ്കൂളുകളുണ്ട്. അപ്പോൾ ഈ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ, ഈ കോളേജുകളുടെ പ്രവർത്തനങ്ങൾ, അതിനെല്ലാം ഡയറക്ടർ അച്ഛന്മാരുണ്ട്. അവരോടുകൂടി ചേർന്നിട്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു ദിശാബോധം കൊടുക്കാനായിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് അവരോട് ചേർന്ന് സഹകരിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് വികാരിയുടെ ജോലി. ഞാൻ JNUവിൽ 15 വർഷം പ്രൊഫസറായിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അക്കാഡമിക് മികവിനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് രൂപതയും അഭിനന്ദ പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി 8 BTech പ്രോഗ്രാം വിശ്വവിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും PG, UG, PG, ഡോക്ടർ സൗകര്യങ്ങളുള്ള ന്യൂമാൻ നിർമ്മല കോളേജുണ്ട്. FARM-D, B.Pharm, M.Pharm ഉള്ള ഫാർമസി കോളേജുണ്ട്. BEd, M.Ed ഉള്ള M.Ed കോളേജുണ്ട് മൈലക്കൊമ്പിൽ. ഈ കോളേജുകൾ ഈ നാടിൻ്റെ മതത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറം സാധാരണക്കാരനെല്ലാം ഒരു വികാസത്തിൻ്റെ കുതിപ്പ് നടത്താൻ, ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സേവന മേഖലയിൽ ബഹുമാനപ്പെട്ട ആലപ്പാട്ടച്ഛൻ്റെ കാലത്തും കലങ്ങളച്ഛൻ്റെ കാലത്തും എല്ലാം കൊക്കോ തൈകൾ ഉണ്ടാക്കി, തെങ്ങൻ തൈ ഉണ്ടാക്കി, ഗ്രാമ്പു തൈ ഉണ്ടാക്കി എല്ലാ ഇടവുകളിലേക്കും കൊടുക്കുകയാണ് കർഷകരുടെ വീടുകളിലെല്ലാം നട്ടുപിടിപ്പിക്കാനായിട്ട്. അത് വൻവേഗം ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും ഈ കാർഷിക വിളകൾ എത്താൻ കാരണമായി. പിന്നീട് ഇവിടെ കുടയുണ്ടാക്കാനായിട്ടും മറ്റ് നിർമ്മാണ പ്രവർത്തനം നടത്താനുള്ള യൂണിറ്റുകൾ ആരംഭിച്ചു. പിന്നീട് ജീവ മിൽക്ക് ആരംഭിച്ചു. കർഷകരിൽ നിന്ന് പാല് ശേഖരിച്ചിട്ട് പാല് പാസ്ചറൈസ് ചെയ്ത് വിതരണം ചെയ്യുന്ന സംവിധാനങ്ങൾ ആരംഭിച്ചു. വിവിധ മിൽക്ക് കളക്ഷൻ യൂണിറ്റുകൾ ആരംഭിച്ചു ഇവിടെയും തമിഴ്നാട്ടിലൊക്കെ. അതിൻ്റെ പരിണതഫലമായിട്ട് വൻതോതിൽ സാധാരണ ക്ഷീര കർഷകരെ സഹായിക്കാൻ കഴിഞ്ഞു. അതിൽ നിന്ന് കിട്ടിയ ചെറിയ ലാഭം പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി, വീടില്ലാത്തവർ വീട് വെച്ച് കൊടുക്കാൻ, അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ മേഖലയിൽ സഹായം കൊടുക്കാൻ, അതോടൊപ്പം തന്നെ പഠിക്കാൻ വകയില്ലാത്തവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ, അങ്ങനെയെല്ലാം സഹായിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് സാമൂഹ്യ സേവനത്തിൽ മറ്റു മുഖം കൊടുത്തുകൊണ്ട് ജീവ മിൽക്കിലെത്താൻ കഴിഞ്ഞു. അവിടെ ചേർന്ന് പോകുന്നതാണ് ജീവ ലബോറട്ടറിയും ജീവ മെഡിക്കൽസും. ഏറ്റവും വില കുറഞ്ഞ് മരുന്നുകൾ എത്തിക്കുന്ന ജീവ ലബോറട്ടറി രൂപതയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. തൊടുപുഴയുണ്ട്, മൂവാറ്റുപുഴയുണ്ട്, കോതമംഗലത്തുണ്ട്, വണ്ണപ്പുറത്തുണ്ട്, വാഴക്കുളത്തുണ്ട്. അതായത് ശുദ്ധമായ ജലം സംസ്കരിച്ചിട്ട് കേരളത്തിൽ തലങ്ങയും വിലങ്ങനെയും വിതരണം ചെയ്യുന്ന ജീവ വാട്ടറുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ വിഭവങ്ങൾ സമാഹരിച്ച് സാമൂഹ്യ സേവനത്തിന് വഴി കണ്ടെത്തുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് രൂപതയ്ക്കുള്ളത്. വിദേശ സഹായം ഞങ്ങൾ ആശ്രയിക്കാറില്ല. കാരണം ഞങ്ങൾ ചെറിയ സംരംഭങ്ങൾ, എല്ലാവരുടെയും കൂട്ടായ പങ്കാളിത്തത്തോടെ നടക്കുന്ന സംരംഭങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മിച്ചം അത് പാവപ്പെട്ടവരെ സഹായിക്കാനും അവരെ കണ്ണീരൊപ്പാനും അവർക്ക് ഉണർന്നു കൊടുക്കാനായിട്ട് ചാല് കയറി തിരിച്ചു വിട്ടുന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളുണ്ട് രൂപത ആശുപത്രിയോട് ചേർന്ന് എന്നതിന് പുറമേ നമ്മുടെ സോഷ്യൽ സർവീസിൻ്റെ ആഭിമുഖ്യത്തിലുണ്ട്. അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക് സഹായം കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതിൽ ഓട്ടിസം ബാധിച്ച ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പ്രത്യേക സഹായം കൊടുക്കുകയുണ്ടായി. നമ്മുടെ ഈ കോതമംഗലം രൂപത ഇപ്പോഴത്തെ അവസ്ഥ 2003 ഇടുക്കി രൂപത വേർപിരിഞ്ഞ് പോയതിന് ശേഷം ഹൈറേഞ്ചിൽ ഏറെ ഭാഗവും ഇടുക്കി രൂപതയ്ക്ക് പോയി. ഇപ്പോഴും ചുരുക്കം ചില പ്രദേശങ്ങൾ കോതമംഗലം രൂപതയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ ആനശല്യം, വന്യമൃഗങ്ങളുടെ ശല്യം, പുലിയുടെയും കടുവയുടെയും ശല്യം ഇത് ശക്തമാണ്. 33 ഇടവകളിലാണ് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ളത്. ഈ ആക്രമണം ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം അഭിമന്യ പിതാവ് സന്ദർശിക്കുകയും ഈ ആക്രമണത്തിന് വിധേയരായവരുടെ പക്ഷം ചേർന്നുകൊണ്ട് അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ രൂപത മുന്നോട്ട് വരികയും ചെയ്യുകയുണ്ടായി. അത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു കരുണയുടെയും ആർദ്രതയുടെയും ഒരു സ്നേഹത്തിൻ്റെ ഒരു മുഖം കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ സാമൂഹ്യ സേവന ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിക്കണമെന്ന് പറയുന്ന ആഗ്രഹമുണ്ട്. കാരണം ഇത് രണ്ടും കൂടിച്ചേർന്നാണ് പോകുന്നത്. ചിലപ്പോൾ കാശില്ലാത്ത കുട്ടികൾക്ക് ഫ്രീ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ അറിയിക്കുന്നവരാണ്
പക്ഷേ പൈസയല്ല പ്രധാനം. നമ്മൾ ഏറ്റവും കഴിവുള്ളവർ അവരെ എത്താവുന്നത്ര ഉയരത്തിൽ എത്താൻ സഹായിക്കുന്ന ഒരു നിലപാട് രൂപത എടുക്കണം എന്നൊരു നയമാണ് രൂപത കേന്ദ്രത്തിൽ പൊതുവെ അഭിനന്ദ പിതാവിൻ്റെ നേതൃത്വത്തിൽ അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് സഹായിക്കുക, അതിൽ പങ്കുചേരുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ചുമതലകളും കർത്തവ്യങ്ങളൊക്കെ. അത് ഞങ്ങൾ ആവുന്ന വിധത്തിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഈ രൂപത 120 ഇടവകളുള്ള ഒരു രൂപതയാണ്. അതിനകത്ത് 109 ഇടവ പള്ളികളും 11 സ്റ്റേഷൻ പള്ളികളും ഉണ്ട്. നമുക്ക് 255 അച്ഛന്മാരുണ്ട്. അതിൽ 48 പേര് വിശ്രമ ജീവിതം നയിക്കുന്നവരാണ്. ഈ അച്ഛന്മാരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണമാണ് നമ്മുടെ ഈ രൂപത അനുദിനം വളരെ ഭംഗിയായി മുന്നോട്ട് നയിക്കുന്നത്. വളരെ ശാന്തമായ ഒരു രൂപതയാണ്. വലിയ സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഇവിടെ ആളുകൾ പല വിധത്തിൽ അപേക്ഷ സമർപ്പിക്കാനൊക്കെ വരുന്നവരായാലും അവരെല്ലാ കാര്യങ്ങളും വികാരിയച്ഛന്മാർ കൃത്യമായി ചെയ്ത് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് അരമന കച്ചേരിയിലേക്ക് വിടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അനുവാദം കൊടുക്കുന്നതിനൊക്കെ വളരെ എളുപ്പമാണ് നമുക്ക്. ഈ അടുത്ത നാളുകളിൽ നമ്മൾ തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മാർ മാത്യു പോത്തനാമൊഴി ഹൗസിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇടവകയുടെയോ ഇടവകയുടെ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഒരു ഭവനം നിർമ്മിക്കുകയാണെങ്കിൽ അത് നമ്മുടെ രൂപതയിലെ ഏത് ഇടവകളും അത് അപ്രകാരം അവരുടെ ഇടവകളുടെ നേതൃത്വത്തിലായിരിക്കണം എന്ന് മാത്രം. അപ്രകാരം ഒരു ഭവനം നിർമ്മിക്കുകയാണെങ്കിൽ ആ ഭവന നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വികാരിയച്ഛൻ ഒരു അപേക്ഷ ഈ രൂപത സോഷ്യൽ സർവീസിൽ സമർപ്പിച്ചാൽ ഈ മാർ മാത്യു പോത്തനാമൊഴി ഹൗസിംഗ് പ്രോജക്റ്റിൽ നിന്ന് നമ്മൾ 1 ലക്ഷം രൂപ ആ വീട്ടുകാർക്ക് ആ ഭവന നിർമ്മാണത്തിന് നൽകും എന്നുള്ളത് ഈ അടുത്തിടെ നമ്മൾ ആരംഭിച്ച ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മുഖമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉള്ള ഭവനങ്ങൾ, പ്രത്യേകിച്ച് ഒത്തിരി വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് അവർ. അങ്ങനെ എത്ര കുട്ടികൾ ഓരോ ഇടവകയിലുണ്ടോ ആ കുട്ടികളുള്ള അല്ലെങ്കിൽ അപ്രകാരം ഉള്ള വ്യക്തികളുള്ള കുടുംബത്തിൽ 20,000 രൂപയുടെ ധനസഹായം എത്ര കുടുംബങ്ങളുണ്ടെങ്കിലും നമ്മൾ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഓരോ ഇടവകയിലും മാറാ രോഗത്താൽ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ, അങ്ങനെയുള്ള 5 കുടുംബങ്ങൾക്ക് വെച്ച് നമ്മൾ 20,000 രൂപ നൽകിയിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്തിടെ ഒരു വീട് മെയിൻ്റനൻസ് നടത്തുന്നതിന് വേണ്ടി എല്ലാ ഇടവകയിലും ഒരു ഭവനത്തെ വികാരിയച്ഛന് കമ്മിറ്റിക്കാർക്കും തിരഞ്ഞെടുക്കാം. അപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ രൂപതയിലെ ഇപ്പോൾ 120 ഇടവകയുണ്ടെന്ന് പറഞ്ഞല്ലോ, 120 ഇടവകയിൽ നിന്നും ഓരോ വീട്ടുകാരെ തിരഞ്ഞെടുത്തു വന്നാൽ എല്ലാ വീട്ടുകാർക്കും 50,000 രൂപ വെച്ച് നൽകുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം നമ്മൾ ഈയിടെ പ്രത്യേകിച്ച് ഈ 2024 തുടങ്ങിയതിന് ശേഷം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. അതുകൂടാതെ ഈ അടുത്ത നാളുകളിൽ പ്രത്യേകിച്ച് വന്യമൃഗ ശല്യം മൂലം കഷ്ടപ്പെടുന്ന ഒത്തിരി ഭവനങ്ങൾ ഉണ്ട്. ഏതാണ്ട് 1000-ൽ പരം ഭക്ഷ്യ കിറ്റുകൾ നമുക്ക് പ്രകാരം ബുദ്ധിമുട്ടുന്ന ഭവനങ്ങൾക്കായി വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ നമ്മൾ ജീവനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ജീവസംസ്കാരം വളർത്തുന്നതിന് വേണ്ടി 4 മക്കളുള്ള 4ാമത്തെ കുട്ടിയുടെ മുതൽ മാമുദീസായ്ക്ക് അഭിമന്യ പിതാവ് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ എപ്പാർക്കിയൽ അസംബ്ലിയിൽ രൂപത 2023 നടത്തിയ എപ്പാർക്കിയൽ അസംബ്ലിയിൽ ആ എപ്പാർക്കിയൽ അസംബ്ലിയുടെ സമാപനത്തിൽ തന്നെ അഭിമന്യ പിതാവ് പ്രഖ്യാപിച്ച ഒരു ജീവകാരുണ്യ പ്രവർത്തനമെന്നോ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹന നിധിയെന്നോ പറയാവുന്നതാണ്. 4ാമത്തെ കുട്ടിയുടെ മാമുദീസായ്ക്ക് മുതൽ അഭിമന്യ പിതാവ് ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ പേരിൽ 25,000 രൂപ രൂപത നൽകുന്ന ഒരു സംവിധാനവും രൂപത ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രകാരം ജീവകാരുണ്യ പ്രവർത്തനം എല്ലാ മേഖലയിലും, അതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസ സഹായമായിട്ട് എല്ലാ വർഷവും അഭിമന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി സ്മാരകമായി ഒരു സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുന്നുണ്ട്. കോതമംഗലം ഇടുക്കി രൂപതകളിലെ കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് മിക്കവാറും ഒരു 15 മുതൽ 20 വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് എല്ലാ വർഷവും കൊടുക്കാൻ കഴിയുന്നുണ്ട്. 25,000 രൂപ വെച്ച് അവരുടെ ഈ വിദ്യാഭ്യാസത്തിനായി സഹായം നൽകാനും കഴിയുന്നുണ്ട്. പ്രകാരം നാനാ വിദ്യാഭ്യാസ, സാമൂഹ്യക്ഷേമ, രോഗീ പരിചരണ മേഖലകളിലെല്ലാം ഈ രൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്.
രൂപതയിലെ ഭൗതിക വസ്തുക്കളുടെ ഭരണം നിർവഹിക്കുവാനായിട്ട് രൂപത അധ്യക്ഷനായ അഭിമന്യ പിതാവിനാൽ നിയമിക്കപ്പെടുന്ന വ്യക്തിയാണ് രൂപത പ്രൊക്രേറ്റർ അഥവാ ഫിനാൻസ് ഓഫീസർ. രൂപതയുടെ ഭരണകേന്ദ്രമായ രൂപത കച്ചേരിയിൽ അംഗമാണ് രൂപത പ്രൊക്രേറ്റർ. സഭാ നിയമപ്രകാരം രൂപതയുടെ ഭൗതിക വസ്തുക്കളുടെ കാര്യസ്ഥൻ ആയിരിക്കുക, രൂപത മുഴുവനുമുള്ള സഭാ വസ്തുക്കളുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുക, വസ്തുവകകളുടെ സംരക്ഷണത്തിനും അതുപോലെ സുരക്ഷയ്ക്കും വർദ്ധവിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, നിയമാനുസൃത ഭരണാധികാരി ഇല്ലാത്ത സഭാ വസ്തുക്കൾ നേരിട്ട് കൈകാര്യം ചെയ്യുക, വിശ്രമജീവിതം നയിക്കുന്ന വൈദികർക്കും അതുപോലെ രോഗാവസ്ഥയിലുള്ള രൂപത വൈദികർക്കും അവരുടെ ക്ഷേമത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ആ വലിയൊരു ഉത്തരവാദിത്തമാണ് പ്രൊക്രേറ്ററിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രധാനപ്പെട്ട കടമ. രൂപതയുടെയും പൊതുവായ രൂപതാ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക വിനിമയം നിയന്ത്രിക്കുന്നത് രൂപത പ്രൊക്രേറ്ററാണ്. രൂപതയുടെയും രൂപതാ സ്ഥാപനങ്ങളുടെയും പൊതുവായ സാമ്പത്തിക ബഡ്ജറ്റ് രൂപീകരിക്കുന്നതിനും വാർഷിക സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിനും രൂപത പ്രൊക്രേറ്റർ മുൻകൈ എടുക്കുന്നു. രൂപതയുടെ പ്രതിമാസ, ത്രൈമാസ, വാർഷിക സാമ്പത്തിക റിപ്പോർട്ടുകളും വരവ് ചെലവ് കണക്കുകളും പ്രവർത്തനങ്ങളും നിക്ഷേപങ്ങളും അടങ്ങിയ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും അവ അഭിമന്യ പിതാവ് ആവശ്യപ്പെടുന്ന പ്രിസ്ബിറ്റൽ കൗൺസിൽ, പാസ്റ്റർ കൗൺസിൽ, പ്രിസ്ബിത്തേരിയം തുടങ്ങിയ സമിതികളിൽ അവതരിപ്പിക്കുവാനായിട്ടും ഉത്തരവാദിത്തപ്പെട്ടയാളാണ് രൂപത പ്രൊക്രേറ്റർ. രൂപതയുടെ സാമ്പത്തിക ഭരണത്തിൽ സഹായിക്കുവാനായിട്ട് സാമ്പത്തിക മേഖലയിൽ വിദഗ്ധരായ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഫിനാൻസ് കൗൺസിലിനെയും രൂപത അധ്യക്ഷൻ തിരഞ്ഞെടുത്ത് നിയമിക്കുന്നു. ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ ഫൈനാൻസ് കൗൺസിലിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടാണ് രൂപതയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. രൂപതയിലെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാനായിട്ട് എന്നോട് ചേർന്ന് ഒരു ഓഫീസ് പ്രവർത്തിച്ചു വരുന്നു. സാമ്പത്തികകാര്യങ്ങളുടെ ക്രമീകരണത്തിനായി ഫിനാൻസ് കൗൺസിലിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചു വരുന്നു. കാർഷിക മേഖലയിലെ രൂപതയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് രൂപത പ്രൊക്രേറ്ററാണ്. രൂപതയിലെ വിവിധ തോട്ടങ്ങൾ, കൃഷികാര്യങ്ങൾ ക്രമീകരിക്കുക, തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക, പുതിയ കൃഷി രീതികൾ പരിശോധിച്ച് നടപ്പിലാക്കുവാനായിട്ട് എസ്റ്റേറ്റ് മാനേജർമാരുടെ സഹായത്തോടെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയെല്ലാം പ്രൊക്രേറ്ററിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങളാണ്. രൂപതയുടെ പൊതുവായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല നിർവഹിക്കുകയും പ്രായമായ വൈദികരുടെ വിശ്രമ കേന്ദ്രങ്ങൾ, രൂപതയുടെ വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണങ്ങൾ, നവീകരണങ്ങൾ, അനുദിന മേൽനോട്ടങ്ങൾ അവയെല്ലാം നടപ്പിലാക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതും രൂപത പ്രൊക്രേറ്ററാണ്. ഓരോ ഇടവകളിൽ നടത്തപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് രൂപത കച്ചേരിയുടെ നിർദ്ദേശമനുസരിച്ച് മേൽനോട്ടം വഹിക്കാനായിട്ടും രൂപത പ്രൊക്രേറ്റർ ശ്രദ്ധിച്ചു വരുന്നു. ഇപ്രകാരം വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് പ്രൊക്രേറ്റർ നിലയിൽ രൂപതയിൽ നിർവഹിച്ചു വരിക. രൂപത അധ്യക്ഷനോടും കൂരിയ അംഗങ്ങളോടും മറ്റെല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് ഏറെ ഉത്തരവാദിത്തത്തോടും അതിലേറെ സൂക്ഷ്മതയോടും കൂടി നിർവഹിക്കേണ്ട ഒരു വലിയ ശുശ്രൂഷയാണ് പ്രൊക്രേറ്റർ അഥവാ ഫിനാൻസ് ഓഫീസർ എന്ന നിലയിൽ ഞാനിവിടെ നിർവഹിച്ചു പോരുക. കോതമംഗലൂരിയുടെ മാധ്യമ ശുശ്രൂഷ മീഡിയ സെല്ല് കാർലോ TV എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാർലോ TVയുടെ പ്രവർത്തനങ്ങൾ ഒരു കൂട്ടായ പരിശ്രമമാണ്. നമുക്കറിയാമല്ലോ, മാധ്യമങ്ങൾ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസപരമായ ധാർമ്മികമായ കാര്യങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഒരു ശുശ്രൂഷ വളരെ സജീവമായിട്ട് കോതമംഗലം രൂപതയുടെ മാധ്യമ വിഭാഗം കാർലോ TV ചെയ്യുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 3 തലത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഉദാഹരണമായിട്ട് ഇൻസ്റ്റഗ്രാം ആകാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ലൈവായിട്ട് നിർത്തുക എന്നുള്ളതാണ്. അടുത്ത ഏതാനും നാളുകളായി നമ്മൾ ഈ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ രൂപതയുടെ വിവിധ ഇടവകകളിൽ, സ്ഥാപനങ്ങളിൽ, രൂപത അതിർത്തിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ ജനങ്ങളിലേക്കും, വളരെ പ്രത്യേകിച്ച് രൂപത അംഗങ്ങളായിട്ടുള്ള ആളുകളിലേക്ക്, അതുകൂടാതെ രൂപതയ്ക്ക് പുറത്ത് ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലേക്ക് ആയിരിക്കുന്ന രൂപത അംഗങ്ങളുണ്ട്, അവർക്കൊക്കെ ഇത് കിട്ടാനും ലഭിക്കാനും തക്ക വിധത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആക്റ്റീവായിട്ട് നിർത്തുക. എപ്പാർക്കി ഓഫ് കോതമംഗലം എന്ന പേരിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം. യൂട്യൂബ് ചാനൽ കാർലോ TV എന്ന പേരിലാണ്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ ടീം അംഗങ്ങൾ അത് ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ ലൈവായിട്ട് തന്നെ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ രൂപതയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് ഏത് സംഘടനയിലാകാം, സ്ഥാപനങ്ങളിലാകാം, പ്രസ്ഥാനങ്ങളിലാകാം, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു സെക്യുലർ മാധ്യമ പ്രവർത്തനത്തിനപ്പുറത്ത് നമ്മുടെ വിശ്വാസപരമായ, ധാർമ്മികമായ കാര്യങ്ങൾ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക. അതിനാണ് ഈ ഒരു തലത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുക എന്നുള്ളത്. അത് ഏറെക്കുറെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കുകയാണ്. രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത്, നമ്മൾ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ നവസാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. കാർലോ TV അല്ലെങ്കിൽ മീഡിയ മിനിസ്ട്രി കോതമംഗലം രൂപതയിൽ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും തിരുവചനത്തെ, ദൈവവചനത്തെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു പരിശ്രമം നടക്കുന്നുണ്ട്. നമ്മൾ ആരംഭിച്ചത് ഇപ്രകാരമാണ്. അതായത് എല്ലാ ദിവസവും രാവിലെ കാർലോ TVയുടെ മെമ്പേഴ്സായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഏതാണ്ട് 10ഓളം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിലെല്ലാം ഒരു 500-ൽ കൂടുതൽ ആൾക്കാരുള്ള 10ഓളം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിലേക്ക് നമ്മൾ ദൈവവചനം ഇംഗ്ലീഷിലും മലയാളത്തിലും 2 പോസ്റ്ററുകളായിട്ട് കൊടുക്കുന്നു. ഒപ്പം തന്നെ വീഡിയോ കണ്ടൻ്റായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും. അത് ആളുകളിലേക്ക്, 100 കണക്കിന് ഗ്രൂപ്പുകളിലേക്കും 1000-കണക്കിന് ആളുകളിലേക്കും ഇത് അതിരാവിലെ തന്നെ ചെല്ലുകയാണ്. അപ്പോൾ അത് വലിയൊരു സുവിശേഷ പ്രവർത്തന സാക്ഷ്യമാണ്. ഇനി മൂന്നാമത് ഒരു തലം കൂടി ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഒരുപക്ഷെ ഈ മൂന്നാമത്തെ തലം ഇത് നമ്മുടെ കുട്ടികളിലേക്കും യുവജനങ്ങളിലേക്കും, വളരെ പ്രത്യേകിച്ച് കോതമംഗലം രൂപതയ്ക്കുള്ളിലുള്ള ഇടവകകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. അത് കുട്ടികൾക്കുള്ള മീഡിയ അവയർനെസ് ക്ലാസ്സുകൾ, അതുപോലെ വർക്ക്ഷോപ്പുകൾ, അതുപോലെ മീഡിയ സംബന്ധമായിട്ടുള്ള അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള സെഷൻസ്, അത് കുട്ടികൾക്ക്, അതുപോലെ മിഷൻ ലീഗിൻ്റെ അംഗങ്ങൾക്ക്, അതുപോലെ KCYM അംഗങ്ങൾക്ക്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്, മാതാപിതാക്കൾക്ക്, ഇങ്ങനെയൊക്കെ ക്ലാസ്സുകളും സെഷൻസുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പം അതിന് നമ്മളൊരു ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട്. സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഒക്കെ നടത്തുന്ന യുവജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഈ ഒരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ ടെക്നോളജി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ എക്സൽ ചെയ്യുന്ന കുട്ടികളെയും യുവജനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവർ ഇടവകളിലേക്ക് കടന്നു ചെല്ലുന്നു, അല്ലെങ്കിൽ നമ്മളെ ആവശ്യപ്പെടുന്നവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ നമ്മുടെ ക്ലാസ്സുകളും സെഷൻസും വർക്ക്ഷോപ്പുകളൊക്കെ ആയിട്ട് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ ഒരു കാര്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്ലാസ്സുകളും സെഷൻസും വർക്ക്ഷോപ്പുകളും ഒക്കെ നടത്തുന്ന ഒരു വിങ് കൂടി നമ്മുടെ കാർലോ TVക്ക് സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ മൂന്നാമത്തെ തലത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് എല്ലാ യുവജനങ്ങളിലേക്കും. വളരെ പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന മതബോധന, വിശ്വാസ പരിശീലന രംഗത്ത് മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൃത്യമായ അവയർനെസ്, എങ്ങനെ നമ്മുടെ മാധ്യമങ്ങൾ ഉപയോഗിക്കണം, ഒരു മച്വർ, ജെന്റിൽ, നോബിൾ മീഡിയ ഇൻവോൾവ്മെൻറ്റ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ മാധ്യമങ്ങളൊന്നും ഉപയോഗിക്കാതെ, മൊബൈൽ ഫോണോ അല്ലെങ്കിൽ വാട്സപ്പോ, ഇൻസ്റ്റഗ്രാമോ, ഫേസ്ബുക്കോ ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നില്ല, എനിക്കത് ആവശ്യമില്ല എന്നൊന്നും പറയുന്നത് ഒരു അപക്വമായ നിലപാടായിട്ട് പലപ്പോഴും തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നമുക്ക് ഇതിനെങ്ങനെ പക്വതയോടുകൂടി ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ നമുക്കിതിനെ മാന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ നമുക്കിതിനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ ഈ പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്.